ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത്. ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല. പട്ടുപാവാടയുടെ അരപ്പട്ട എങ്ങനെ നല്ല ഭംഗിയിൽ പെർഫെക്റ്റായിട്ട് വെക്കുക എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് പട്ടുപാവാടകളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഉള്ളുഭാഗവും പുറം ഭാഗവും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. തയ്യൽ തുമ്പൊന്നും കാണാതെ എങ്ങനെ ഈ ഒരു പട്ട വെക്കുക എന്നുള്ളത് കാണിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു തുണിയിൽ നമ്മളിങ്ങനെ അളവ് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അരഭാഗമൊക്കെ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. നമ്മളൊരു അമ്പർല കട്ട് പാവാട വെച്ചിട്ട് അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് വെട്ടിയെടുത്തേക്കുന്നത്. അളവ് വെട്ടിയെടുത്തേക്കുന്നത് അമ്പർല കട്ട് പാവാട നമ്മൾ വിരിച്ചിട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാവാട വെട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ അരഭാഗം എങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം കൂട്ടിയടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പാവാടമേ പിടിപ്പിച്ച് കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൂട്ടിയടിച്ച് കൊടുക്കാം കേട്ടോ. ലൈനിങ് നമ്മൾ ഒരു ഭാഗം കൂട്ടിയടിക്കാത്ത ഒരു ഭാഗവും പട്ടുപാവാടയുടെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു അറ്റത്ത് നിന്നിട്ട് നമുക്ക് ഈ അരഭാഗം കൂടെ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ലൈനിങ്ങിൻ്റെ അരഭാഗവും പട്ടുപാവാടയുടെ അരഭാഗം കൂടെ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് പട്ടുപാവാടയുടെ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് പൊളി ഇട്ട് കൊടുക്കണം. നമുക്ക് പാവാട കയറ്റാനും ഇറക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടി നമ്മളവിടെ ഒരു പൊളി ഇട്ട് കൊടുക്കും. അത് 4 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പട്ട വെക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഭാഗം 4 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് 4 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇതൊന്ന് മടക്കി ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പൊളി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം. പാവാടയുടെ 2 സൈഡിൽ നമ്മളങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിലത്തെ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ അടിച്ച ഭാഗം കറക്റ്റാക്കി പിടിക്കുക കേട്ടോ. പൊളിയിട്ട ഭാഗം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇത് ഒരുമിച്ച് ഇങ്ങനെ തിരിച്ചെടുക്കുക കേട്ടോ. ലൈനിങ് മാത്രം ഇങ്ങനെ വേർതിരിക്കുക. ഈ ലൈനിങ്ങിൻ്റെ ഭാഗം വേർതിരിച്ചിട്ട് പാവാടയുടെ ഭാഗം മാത്രം നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. പാവാടയുടെ മാത്രം നമ്മൾ എടുത്തിട്ട് അടിച്ചു കൊടുത്തുനിന്ന് തൊട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അടിച്ച് അവസാനിപ്പിച്ചില്ല, പൊളി അവസാനിപ്പിച്ച് കൊടുത്ത് തുടങ്ങി നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലൈനിങ് ഇത് കഴിഞ്ഞിട്ടാണ് അടിക്കുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഒന്ന് കെട്ടിട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഈ പാവാട കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ നമ്മൾ. ഇവിടെ നല്ലോണം ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് അടിച്ചെടുക്കണം നമ്മൾ. നമ്മുടെ പാവാട ഒരു ഭാഗം നമ്മൾ കൂട്ടിയടിച്ചു. ഇനി ലൈനിങ്ങിൻ്റെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ കൂട്ടിയടിക്കണം കേട്ടോ. ഈ ഒരു പാവാടയുടെ നമ്മൾ ഈ പൊളിയിട്ട ഭാഗത്ത് ലൈനിങ് മാത്രം കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇനി അടിച്ചു കൊടുക്കാം. ലൈനിങ്ങും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ.
നമ്മൾ പാവാടയും ലൈനിങ്ങും എല്ലാം കൂടെ നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്കിവിടെ പട്ട വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പട്ട വയ്ക്കാൻ പോവാണ് കേട്ടോ. പട്ട വയ്ക്കാനുള്ള പീസ് നമ്മൾ 5 ഇഞ്ച് നമ്മളിങ്ങനെ വീതി എടുത്തിട്ടുണ്ട്. നീട്ടം നമുക്ക് ഓരോരുത്തരും അരവണ്ണം എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഈ ആദ്യം തന്നെ നമുക്ക് ഒരു അരിഭാഗം മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം. മടക്കി അടിക്കാം കേട്ടോ. ഒരു സൈഡ് അടിച്ചു കൊടുക്കുക ആദ്യം തന്നെ. ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തു കേട്ടോ. ഈ ഒരു സൈഡ് അടിച്ചെടുത്ത ആ ഭാഗവും നമ്മുടെ ഈ പാവാടരെ ഇങ്ങനെ നമ്മൾ പൊളിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ അരഭാഗവും കൂടി എടുക്കാം കേട്ടോ. നമ്മൾ അരഭാഗത്ത് നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരു അടിപ്പടിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ അടിച്ചേക്കുന്നത്. ഇപ്പോൾ പട്ടരെ ആ ഒരു അടിച്ച ഭാഗവും ഈ പാവാടരെ അരഭാഗം കൂടെ നമുക്കിങ്ങനെ നല്ല സൈഡും കൂടെ വെച്ചിട്ട് ഒരടിപ്പ് ആദ്യം അടിക്കാം കേട്ടോ. ഇത് നമ്മുടെ പൊളിയിട്ട് കൊടുത്ത ഭാഗം നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്താണ് നമ്മളിത് വെക്കുക. നമുക്കിത് അടിച്ചെടുക്കാം. നമുക്കിത് അരഭാഗം മൊത്തം അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ പട്ട വെച്ചിട്ട് പാവാടയുടെ ഈ പൊളിവശം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പട്ട നമ്മൾ അരിഭാഗം അടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എത്രയാണോ ഇവിടെ ബാലൻസ് നിൽക്കുന്നത് അത് വെച്ച് നമ്മൾ ഇതിൻ്റെ നേരെ തന്നെ നമുക്കിതൊന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നേരെ തന്നെ നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ അടിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പൊളിവശം അതിൻ്റെ നേരെ തന്നെ നമ്മളിതിങ്ങനെ വെച്ച് ഈ പട്ട നേരെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടിക്കുകയാണ്. നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിനി ഈ പട്ടേനെ മടക്കി അടിക്കാനായിട്ട് പോകണം. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ അടിച്ച ഭാഗങ്ങളൊന്നും നമുക്ക് കാണാതെ എല്ലാം ഉള്ളിലേക്ക് ആക്കാനായിട്ട് പോകണം. നമ്മുടെ റെഡിമെയ്ഡ് പട്ടുപാവാടകൾ തയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാട്ടോ ഇതും തയ്ച്ചേക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഈ അടിച്ച ഭാഗത്തിൻ്റെ ഇവിടേക്ക് നമ്മളിങ്ങനെ മടക്കി കൊടുക്കാനുണ്ടോ ചെയ്യുന്നത്. ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് ഉള്ളുഭാഗമാണ്. ഇതാണ് നമ്മുടെ പുറം ഭാഗം വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളുഭാഗവും പുറം ഭാഗവും നമുക്കപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ മടക്കി ഈ തയ്ച്ച ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ വെച്ച് അടിക്കാൻ പോവാണ് കേട്ടോ. ഈ നൂലും ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരും കേട്ടോ. ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. മുന്നടിച്ച ഭാഗം എല്ലാം ഉള്ളിലേക്കാക്കി ആ നൂലെല്ലാം ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഈ ഭാഗം കുറച്ച് കയറ്റി ഇങ്ങനെ പുറത്ത് വെച്ച് അടിക്കാം കേട്ടോ.
നമ്മുടെ പട്ടുപാവാടയുടെ പട്ട നമ്മൾ നല്ല ഭംഗിയിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പൊളിവശം വരുന്നത്. ഹുക്ക് വയ്ക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് ഉള്ളുവശം വരുന്നത് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിച്ച വശങ്ങളൊന്നും കാണാതെ എല്ലാം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ.